بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലിസാനുൽ ഖുർആനിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുകയാണ്. നിങ്ങൾ പേനയും പേപ്പറുമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ പേനയും പേപ്പറും എടുത്തിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചോദ്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. അതിന് ശേഷമാണ് ഉസ്താദ് പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടത്, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കേൾക്കേണ്ടത്. ഓക്കെ? അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, നെഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിലു. ചോദ്യത്തിന്റെ ഒരു രൂപം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളോട് എന്താ പറയുന്നത്. അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതിൽ നിന്ന് എടുത്തിട്ട് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാ? ക, മിൻ, ഫി, അൻ, ലി. ഇത്രയും ഹർഫുകൾ നമ്മൾ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച ഇത്രയും ഹർഫുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പൂരിപ്പിച്ച് നോക്കണം. ആദ്യം നിങ്ങളൊന്ന് ചെയ്യും, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒന്ന് ചെയ്യും. എല്ലാം വായിക്കാനൊക്കെ കിട്ടുമല്ലോ. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കേട്ടോ. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. അൽ ബുർത്തുഖാലു ഡാഷ് അസ്സല്ലത്തി. അപ്പോൾ ഇവിടെ എല്ലാ വാക്കുകളും ഇങ്ങനെ അസ്സല്ലത്തി, അൽ ഉസ്താദി, അൽ മദ്രസത്തി എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക? ജദ്ദി അല്ലേ, അതേപോലെ നബിയി ഇങ്ങനെയാണ് ഉണ്ടാവുക. കാരണം എന്താണ്? ഇതൊക്കെ ഹുറൂഫുൽ ജറാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള വാക്കുകൾ ചേർത്താൽ, ഈ ഹർഫുകൾ ചേർത്താൽ വാക്കുകൾക്ക് അവസാനത്തിൽ കസറിട്ട് കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എന്താണ്? അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി എന്നാണ്. ഉത്തരം പറഞ്ഞു അല്ലേ? അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി എന്നാണ്. എന്തുകൊണ്ടാണ് ഫീ വരുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇൽ എന്ന അർത്ഥം കിട്ടാൻ അല്ലേ? മദ്രസയിൽ, കൊട്ടയിൽ, വീട്ടിൽ ഇങ്ങനെയൊക്കെ പറയാനാണ് ഫീ ഉപയോഗിക്കാൻ. നമ്മൾ 2ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഫിൽ മദ്രസത്തി, ഫിൽ ബൈത്തി അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിസ്സല്ലത്തി എന്നതാണ് ഇവിടെ ശരിയാകുന്ന ഉത്തരം. അന്ത കൽ ഉസ്താദി എന്നാണ് വരിക അല്ലേ? നമുക്കറിയാം കൽ ഉസ്താദി. ഇവിടെ കാഫ് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? അതിൻ്റെ കൂടെ ചേർത്ത് എഴുതിയാലും മതി. എങ്ങനെ? കൽ ഉസ്താദിന്ന് ഇത് ഇങ്ങനെയല്ലേ എഴുതാം? കൽ ഉസ്താദിന്ന് ഇങ്ങനെയാണ് എഴുതുക അല്ലേ? കൽ ഉസ്താദിന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പം എന്താണ് കായുടെ അർത്ഥം? ക എന്നതിൻ്റെ അർത്ഥം എന്താണ്? പോലെ എന്നാണ് അല്ലേ? നീ, അന്തെന്ന് പറഞ്ഞാൽ നീ, അല്ലെങ്കിൽ താങ്കൾ, നിങ്ങൾ. കൽ ഉസ്താദി, ഉസ്താദിനെ പോലെയാണ്. താങ്കൾ ഉസ്താദിനെ പോലെയാണ് എന്ന് പറയാം. അപ്പോൾ ക എന്നതാണ് ഇവിടെ പോലെ എന്ന അർത്ഥമാണ് നമുക്ക് ഏറ്റവും യോജിക്കുക. റജഅത് ദാരിസു ഡാഷ് അൽ മദ്രസത്തി. പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും മീന അല്ലെ? മിനൽ മദ്രസത്തി. മിൻ എന്നാണ് വാക്ക്. അത് നമ്മൾ ഉപയോഗിക്കുമ്പം അടുത്ത ഇതിലേക്ക് ഇവിടെ ലാമിന് സുക്കൂനൊക്കെ വരുമ്പോൾ മിനൽ എന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫതഹ കൊടുത്താണ് എഴുതുക. മിനൽ മദ്രസത്തി. ഇനി നദ്ഹബു എന്തായിരിക്കും വരിക? ലി. ഇവിടെ മീനന്റെ അർത്ഥം എന്തായിരുന്നു? മദ്രസയിൽ നിന്ന്, മദ്രസയിൽ നിന്ന് എന്ന അർത്ഥത്തിലാണ് മീൻ ഉപയോഗിച്ചത്. നദ്ഹബു ലി സിയാറത്തി ജദ്ദിന. ഞങ്ങളുടെ വല്ലിപ്പയെ സിയാറത്ത് ചെയ്യാൻ, സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് എന്നാണ് ഇവിടെ അർത്ഥം അല്ലെ? അപ്പം ലി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളോട് അങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുമ്പം നമ്മൾ എന്താ ഉപയോഗിക്കുക? ലി ആണ് ഉപയോഗിക്കുക. ഖറഅന ഡാഷ് ഹിജ്റത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ കുറിച്ച് ഞങ്ങൾ വായിച്ചു. അപ്പൊ ഇത് ഏതവിടെ സൂട്ടാവുന്ന വേർഡ് ഏതാണ്? ഹർഫ് ഏതാണ്? അൻ എന്നാണ് അല്ലേ? ഖറഅന അൻ ഹിജ്റത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച് വായിച്ചു. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിലെ ഓരോ വാക്കുകളും വരുന്ന കുറച്ചും കൂടെ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ മായ്ക്കാണേ, ഉത്തരങ്ങൾ മായ്ക്കാണേ. ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ആവശ്യമുണ്ടെങ്കിൽ. ശരി, നമുക്ക് മായ്ക്കാം. നോക്കിയേ, നമ്മൾ ഒന്നാമത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു. അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി എന്നാണ് വേണ്ടത് അല്ലേ? കുട്ടയിൽ. അൽ ബുർത്തുഖാലു ഓറഞ്ച്, ഫിസ്സല്ലത്തി കുട്ടയിലാണ്. അപ്പൊ കുട്ടയിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് അക്ഷരമാണ് ഇവിടെ ഉപയോഗിക്കുക? ഏത് ഹർഫ ഉപയോഗിക്കുക? ഫി എന്നതാണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ അൽ അസദു സിംഹം, അൽ ഹദീഖത്തി എന്താണ്? ഗാർഡൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സൂ ആണ്. ഹദീഖത്തുൽ ഹൈവാനാത്ത് ആണെങ്കിൽ സൂ ആണ്, അല്ലെങ്കിൽ ഗാർഡൻ. സിംഹം ഗാർഡനിൽ ആണ്, അല്ലെങ്കിൽ ഉണ്ട്. സിംഹം ഗാർഡനിലാണ്. അപ്പൊ എങ്ങനെയാണ്? സിംഹം പിന്നെ സൂയിലാണ്, മൃഗശാലയിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? ഫി എന്ന ഹർഫ് തന്നെയാണ് ഇവിടെയും
നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലേ? അൽ അസദു ഫിൽ ഹദീഖത്തി, അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി, അസ്സഅലബു ഡാഷ് അൽ ഖഫസ്. ഖഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൂടാണ് അല്ലേ? സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. അപ്പൊ കുറുക്കൻ കൂട്ടിലാണ് എന്നല്ലേ പറയേണ്ടത്? കൂട്ടിൽ ആണ്. അപ്പൊ ഇവിടെ തന്നെ സൂട്ടാവുക? ഫീ തന്നെയാണ് സ്യൂട്ടാവുന്നത്. കണ്ടോ? ഫീ വരുന്നത് കണ്ടോ? യൻതളിറുൽ ഉമ്മു, ഉമ്മ കാത്തിരിക്കുന്നു. യൻതളിറു എന്നാണ് പറയാ, തൻതളിറു എന്നാണ് പറയാ? തൻതളിറു എന്നാണ് വേണ്ടത് അല്ലേ? അപ്പൊ മാറിപ്പോയിട്ടുണ്ട്, സാരില്ല. തൻതളിറുൽ ഉമ്മു, ഉമ്മ കാത്തിരിക്കുന്നു. എവിടെ? ഫിൽ ബൈത്തി, വീട്ടിൽ. വീട്ടിൽ ഉമ്മ കാത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഫീ അല്ലേ ഇവിടെയും വേണ്ടത്? ഫീ ആണ് വേണ്ടത്. ഫിൽ ബൈത്തി, അപ്പൊ വീട്ടിൽ. ഇതൊക്കെ എന്താണ്? ഇനി അടുത്തതാ, കുട്ടയിൽ മാങ്ങയുണ്ട് എന്നല്ലേ വേണ്ടത്? അപ്പൊ എങ്ങനെ പറയാ? ഫിസ്സല്ലത്തി മാഞ്ച, കുട്ടയിൽ മാങ്ങയുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സാധനത്തിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ എന്ന അർത്ഥത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീ എന്ന വാക്ക് ആ ഇസ്മിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വരുന്ന വാക്കുകളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫീ ഉപയോഗിച്ചുകൊണ്ട് ഫിൽ ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അൽഹംദു ലില്ലാഹി, അല്ലെ? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. അൽഹംദു ലില്ലാഹി എന്നാണ്. അള്ളാഹുവിന്, അവനുള്ളതാണ്, അവൻ്റെതാണ്, അവനുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അൽഹംദു സ്തുതി, ലില്ലാഹി അള്ളാഹുവിന് ആകുന്നു. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ലീ ആണ് ഉപയോഗിക്കുക. ദഹബ സിനാനുൻ, സിനാൻ പോയി. സിയാറത്തിൽ ഹദീഖത്തി, ഹദീഖത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ലീ ആണ് വേണ്ടത് അല്ലേ? സിനാന് പൂന്തോട്ടം അല്ലെങ്കിൽ സൂ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പൊ വേണ്ടി എന്നൊക്കെയുള്ള അർത്ഥം വരുമ്പോൾ ഏത് ഹർഫാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ലീ ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ബയ്യനൽ വാലിദു, വാപ്പ. വാലിദ് എന്ന് പറഞ്ഞാൽ വാപ്പയാണ്, വലത് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് അല്ലെ? വാപ്പ വിശദീകരിച്ചു. ഇബ്നിഹി മകനോട്, മകനോട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയും എന്തിനെ ഉപയോഗിക്കുക? ലീ ആണ് ഉപയോഗിക്കുക. മനസ്സിലായോ? മകനോട് എന്ന് പറയാൻ ഏതാ ഉപയോഗിക്കുക? ലീ ആണ് ഉപയോഗിക്കുക. നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഒന്നുകൂടി ഉസ്താദ് പറയുന്നു എന്നുള്ളൂ. ഇനി അടുത്തത് നദ്ഹബു, നാം പോകുന്നു. സിയാറത്തി ജദ്ദിന, നമ്മുടെ വല്യപ്പയെ സന്ദർശിക്കാൻ വേണ്ടി. അപ്പൊ ഏതന്നെ ഉപയോഗിക്കുക? ലീ തന്നെയാ ഉപയോഗിക്കുക. ഷറഹൽ വാലിദു, വാപ്പ വിശദീകരിച്ചു. ഇബ്നിഹി മകനോട്, ഏതന്നെ ഉപയോഗിക്കുക? ലീ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ഉദാഹരണങ്ങളിലൊക്കെ നമുക്ക് ഏതാണ്? ലീ എന്നതാണ്. അപ്പൊ ലീ എന്നതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് നമ്മൾ എന്താണ്? അള്ളാഹുവിന് അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയൊക്കെ ഒരാൾക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുമ്പം ലീ ഉപയോഗിക്കും. അതേപോലെ അവനോട് എന്ന അർത്ഥത്തിൽ പറയുമ്പം അല്ലെ, ഒരാളോട്. ഉസ്താദി ലിൽ ഉസ്താദി, ഉസ്താദിനോട്. ലിൽ ഉമ്മി, ഉമ്മയോട്. ലിൽ ഇബ്നി, ഇബ്നിനോട്. അങ്ങനെ എന്ത് ചെയ്യും? ലീ ചേർത്തുകൊണ്ട് നോട്, ഓട് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു അർത്ഥം എന്താണ്? വേണ്ടി എന്നർത്ഥം അല്ലെ? സിയാറത്തിന് വേണ്ടി, സിയാറത്തിന് വേണ്ടി പോയി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും എന്ത്? ലീ എന്ന ഹർഫ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഓടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം തന്നെയാണോ ഞാൻ പറയുന്നത് നോക്കണേ. ഞാനൊരു ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരം ഗസ് ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ശരിയാവുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ മിസ്റ്റേക്ക് വന്നത് അത് മനസ്സിലാവാനാണ് ഞാനിത് വിശദീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇത് അറിയാത്തത് കൊണ്ട് ഞാനിത് പഠിപ്പിച്ചു തരല്ല. നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇതാ അന്ത ഡേഷ് അൽ ഉസ്താദി, ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഗസ് ചെയ്യാലോ? എന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതും എഴുതിക്കോ. ഞാൻ നേരത്തെ എഴുതാൻ പറഞ്ഞതുപോലെ നമ്മൾ ഉദാഹരണങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം തരാത്തത്. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് നിങ്ങളെ കണ്ട് കഴിയുമ്പോൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിക്കോ. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? ഞാൻ പറയുന്നത് തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് അന്തക്കൽ ഉസ്താദി എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അന്തക്കൽ ഉസ്താദി, നിങ്ങൾ ഉസ്താദിനെ പോലെയാണ്. സഅലബ് കുറുക്കൻ, കൽബ് പട്ടിയെ പോലെയാണ്. ഖൽ കണ്ടോ? ലബിയ് മാൻ, കൽ ഗനമി ഗനമിനെ പോലെയാണ് അല്ലെ? അപ്പൊ ഓരോന്നും എന്താണ്? ഗനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആട് അല്ലെ? അപ്പം ഇങ്ങനെ ഒരു സാധനത്തെ വേറൊന്നിനെ പോലെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ക ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. ബയ്യനൽ വാലിദു, ഉപ്പ വിശദീകരിച്ചു. അൽ ഹയവാനാത്തി, മൃഗങ്ങളെ
അപ്പോൾ വിശദീകരിച്ച് മൃഗങ്ങളെ പോലെ എന്ന് പറയാൻ പറ്റുമോ? കാ ചേർക്കാൻ പറ്റുമോ? ഇല്ല, കാ ചേർത്താൽ തെറ്റാണേ. കായല്ല ഇവിടെ. എന്താണ് ചേർക്കേണ്ടത്? യെസ്, അനിൽ ഹയവാനാത്തി. അൻ എന്നാണ് വാക്ക്. അതിങ്ങനെ സുക്കൂന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കസ്റ് കൊടുത്ത് വായിക്കും, അനിൽ ഹയവാനാത്തി. അപ്പൊ വിശദീകരിച്ചു, അനിൽ ഹയവാനാത്തി. അപ്പൊ അന്നിന്റെ അർത്ഥം എന്താ? ക എന്നതിന്റെ അർത്ഥം പോലെ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അൻ എന്ന് പറഞ്ഞാല് അതിനെ കുറിച്ച്, ഒന്നിനെ കുറിച്ച് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അൻ ഉപയോഗിക്കുക, അല്ലെ? മൃഗങ്ങളെ കുറിച്ച് വാപ്പ വിശദീകരിച്ചു. ഫഹിംത, നീ മനസ്സിലാക്കി. ഡേഷൽ ഹയവാനാത്തി, മൃഗങ്ങളെ കുറിച്ച്. അനിൽ ഹയവാനാത്തി. റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടു. അൻ അഹ്ലി ബദിരിൻ, ബദിരിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച്. ബദരീങ്ങളെ അള്ളാഹു താല തൃപ്തിപ്പെട്ടു. ബദരീങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു. നമ്മൾ സാധാരണ പറയൂലേ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയില്ലേ? റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹും ഇങ്ങനെയൊക്കെ പറയാറില്ലേ? റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയാറില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഒരു സ്ത്രീയൊക്കെയാണ് നമ്മൾ ആയിഷ ബീബിനെ കുറിച്ച് പറയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ച്, ആ മഹദിയെ കുറിച്ച് അള്ളാഹു താല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാക്ക് അൻ എന്നത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഫി എവിടെയാ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു, ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കി. ക ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കി, അൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കി, ലി ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കി. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ മിന്നായിരിക്കോ? ആയിരിക്കോ? നമുക്ക് നോക്കാം, ആണോ നോക്കാം. ഓക്കെ, നോക്കിയേ. കുല്ലുഹ, അവയെല്ലാം. അജാഇബി, നിങ്ങൾ വേണമെങ്കിൽ എഴുതി വയ്ക്കും. നിങ്ങൾ വേണമെങ്കിൽ ഉത്തരം എഴുതിയിട്ട് ബാക്കി കേട്ടോ. ഓക്കെ, ശരി. കുല്ലുഹ, അവയെല്ലാം. അജാഇബി ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അവയിൽ നിന്നുള്ളവയാണ്, അത്ഭുതങ്ങളിൽ നിന്നുള്ള ചില അത്ഭുതങ്ങളാണ്. അപ്പൊ ഏതവിടെ ഏറ്റവും നല്ലത്? മിന്നാണ് നല്ലത്. ഇനി യതവല്ലഉ ബാസിം, ബാസിം വുളൂ ചെയ്യുന്നു. അൽ ഹൗദി, ഹൗദിൽ നിന്ന്. ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുന്നു. ഹൗദിൽ നിന്നല്ലേ വുളൂ ചെയ്യുക? ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുന്നു, അല്ലെ? അല്ലാതെ ഹൗദിനെ പോലെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹൗദിൽ വുളൂ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ഹൗദിൽ ഇറങ്ങി നിന്നിട്ടാണോ വുളൂ ചെയ്യുക? അല്ല. ഹൗദിനെ കുറിച്ച് വുളൂ ചെയ്യുന്നു പറയാൻ പറ്റുമോ? ഇല്ല. ഹൗദിനോട് വുളൂ ചെയ്യുന്നു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഏതേ പറ്റുള്ളൂ? ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുന്നു. ഈ ആ ഹർഫുകളുടെ അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റും. ഇനി സമിഅത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു. മിനൽ മസ്ജിദി, അല്ലേ? മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. പള്ളിയിൽ നിന്ന് കേൾക്കാണ് ബാങ്ക്. അതേപോലെ അത്തുയൂറു, തുയൂർ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ലാത്ത ഉത്തരം വന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ലാത്ത ഉത്തരം വന്നിട്ടുണ്ട്, അല്ലെ? അത്തുയൂറു, പക്ഷികൾ മരങ്ങളുടെ മുകളിലാണ് എന്നാ പറയേണ്ടത്. അതിന് ഉപയോഗിക്കുന്ന വാക്യം ഏതാ? അലയാണ്, അല്ലെ? പക്ഷികള് മരങ്ങളുടെ മുകളിലാണ്. അപ്പൊ നിങ്ങള് ചിലപ്പോ ഇങ്ങനെ ഓപ്ഷൻ ഒന്നും തരൂല. ഓരോ ഓപ്ഷനും തരാതെ നിങ്ങളോട് സ്വന്തമായിട്ട് പൂരിപ്പിക്കാനൊക്കെ ചിലപ്പോ പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് ഇത് ശരിക്കും ഈ ഓപ്ഷനൊന്നും നമുക്ക് ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ തരുന്നത് നമ്മൾ എന്തെങ്കിലും മറന്നുപോയാൽ ഓർമ്മിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തരുന്നത്, അല്ലാതെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉത്തരം എഴുതാൻ. പക്ഷെ നമ്മൾ എഴുതുമ്പം അത് നോക്കണം, തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. കാരണം അവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് എടുത്ത് പൂരിപ്പിക്കാനാണ് ചോദിക്കുന്നത്. ശരിക്കും പഠിച്ച ഒരാൾക്ക് ശരിക്കും ഈ ഓപ്ഷൻ ഒന്നും കാണേണ്ട ആവശ്യമില്ല ഉത്തരം എഴുതാൻ, അല്ലെ? ഇവിടെ ഏതാ കൊടുക്കുക? അലത്തോവിലത്തി ബിത്തിഹ്ദുർ. ഇത് ഞാനിവിടെ എഴുതിയപ്പോൾ ഒന്ന് വിട്ടുപോയത് നിങ്ങൾ നോക്കണ്ട. പരീക്ഷ പേപ്പറിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഉണ്ടാവും ഉത്തരം സ്യൂട്ടാവാൻ പറ്റി, അവിടെ ഏറ്റവും സ്യൂട്ടാവുന്ന ഉത്തരം പരീക്ഷ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ കൊടുക്കുക? തോവിലത്തിന്റെ മുകളിൽ ബത്തക്കയുണ്ട് എന്നല്ലേ പറയേണ്ടത്? അലത്തോവിലത്തി, അല്ലെ? മേശയുടെ മേൽ, മേശയുടെ മുകളിൽ എന്തുണ്ട്? ബിത്തീഹ് ഉണ്ട്. അതേപോലെ തന്നെ അത്വാമു ഡാഷ് അൽ മാഇദത്തി. മാഇദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണ വിരിപ്പ്, അല്ലെ? ഭക്ഷണം വിളമ്പുന്ന സുപ്ര എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് വരെ. ഭക്ഷണ വിരി അല്ലെങ്കിൽ ഭക്ഷണപാത്രം, ഭക്ഷണത്തളിക, അതിന്റെ മുകളിൽ നിന്നാണ് ഉപയോഗിക്കുക. അതിൽ എന്നല്ല, അതിന്റെ മുകളിൽ നിന്നാണ് ഉപയോഗിക്കുക. അത്വാമു അലൽ മാഇദത്തി, അലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ, ഫി അല്ല. അപ്പൊ ഇത്രയും സാധനങ്ങള് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഇത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
ഓരോ വാക്കുകളും ഓരോ ഹർഫുകൾക്കും പറ്റിയ ഉദാഹരണങ്ങൾ നമ്മൾ കുറേ കണ്ടു. ഇനി അത് വേണമെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ഇതാണ് നസ്റിലു ബിൽ മുനാസിബി. സെയിം എന്നാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. എന്ത് ചെയ്താൽ മതി, നമ്മൾ യോജിപ്പിച്ചാൽ മതി. ആദ്യം നിങ്ങൾ യോജിപ്പിക്കുക ഓരോന്നിനോട്. ഇതിനോട് അൽ ഉസ്താദു എന്നതിനോട് മാച്ച് ആവുന്നത് ഏതാണ് ഇതിൻ്റെ അകത്തുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണോ ഉള്ളത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അതിന് ശേഷം അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. ശരി, നിങ്ങൾ യോജിപ്പിച്ച് കഴിഞ്ഞു അല്ലേ? ഓക്കെ. അൽ ഉസ്താദു, ഉസ്താദ്, ഇതിലേതാ പറ്റുക? യദ്റുസാനി പറ്റുമോ? രണ്ടുപേരെ കുറിച്ച് പറയുന്നതാ. തജ്ലിസാനിയും രണ്ടുപേരെ കുറിച്ച് പറയും. തത്ബഹു ഒരു സ്ത്രീ ആകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, ഉസ്താദ് പുരുഷനായതുകൊണ്ട് പറ്റുകയില്ല. ഇനി യൽഅബൂന കുറെ ആളുകളെ കുറിച്ച് പറയുന്നതാണ്. യഖ്റഇന കുറെ ആളുകളെ കുറിച്ച് പറയുന്നതാണ്. ഉസ്താദിനോട് പറ്റുന്നത് ഏത് മാത്രമേ ഇവിടെ ഉള്ളൂ, ഏത് മാത്രമേ ഉള്ളൂ? യദ്ഹബു, അൽ ഉസ്താദു യദ്ഹബു. അൽ ബിൻതാനി, രണ്ട് പെൺകുട്ടികൾക്ക് മാച്ച് ആവുന്ന ഏതാ ഉള്ളത്? യദ്റുസാനി ആണോ? യദ്റുസാനി രണ്ട് ആൺകുട്ടികൾക്ക് മാച്ച് ആവുന്നതാ. തജ്ലിസാനി. അൽ വാലിദത്തു, ഉമ്മ, ഉമ്മാക്ക് മാച്ച് ആവുന്ന ഏതാ ഉള്ളത്? തത്ബഹു, ഉമ്മ പാചകം ചെയ്യുന്നു. പാചകം ചെയ്യുന്നതായതുകൊണ്ടല്ല അത് ഉമ്മാക്ക് മാച്ച് ആവുന്നത്. എന്തായതാണ്? ഇവിടെ താ കൊണ്ട് തുടങ്ങിയ ഒരു മുഅന്നസിനെ കുറിച്ച് പറയാൻ, അല്ലെ? മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, സ്ത്രീകളെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന രൂപം ഇങ്ങനെയാണ്. തത്ബഹു, തദ്ഹബു, തദ്റുസു, തജ്ലിസു, തൽഅബു, തഖ്റഉ. ഇങ്ങനെയാണ് ഒരു പെണ്ണ് ചെയ്തതിനെ കുറിച്ച് പറയുമ്പം ഉപയോഗിക്കുക. അത്താലിബാനി, രണ്ട് കുട്ടികൾ, ഏതായിരിക്കും മാച്ച് ആവുക? ഇങ്ങോട്ടാ പോവാ. യദ്റുസാനി, രണ്ട് ആൺകുട്ടികളായതുകൊണ്ടാ യദ്റുസാനി. രണ്ട് പെൺകുട്ടികളായതുകൊണ്ടാ തജ്ലിസാനി. കണ്ടോ, പെണ്ണുങ്ങളാവുമ്പോൾ താ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, രണ്ടാളുകളതും ഒരാളതും ഒക്കെ. ഇനി എന്താണ്? അപ്പൊ നമ്മള് അൽ ബനാത്തു, അടുത്തതായിട്ട് അൽ ബനാത്തു. അൽ ബനാത്തു, കുറെ സ്ത്രീകൾ. യഖ്റഇന, ഇവിടെ അരിജാലു യൽഅബൂനയാണ്. ആണുങ്ങളാകുമ്പം ഇങ്ങനെ നീട്ടിയിട്ടാണ്. യൽഅബൂന, യത്ബഖൂന, യജ്ലിസൂന, യദ്ഹബൂന, യദ്റുസൂന. ആണുങ്ങളാകുമ്പം നീട്ടിയിട്ടാണ് ഉപയോഗിക്കുക. പെണ്ണുങ്ങളാകുമ്പോഴോ അൽ ബനാത്ത് സ്ത്രീകളല്ലേ, അപ്പൊ എന്താണ് ഉപയോഗിക്കുക? യഖ്റഇന, യൽഅബ്ന, തത്ബഖ്ന, തജ്ലിസ്ന, യദ്ഹബ്ന, യദ്റുസ്ന. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, സ്ത്രീകളാകുമ്പോൾ ഉപയോഗിക്കുക. പുരുഷന്മാരാകുമ്പോൾ കുറച്ച് നീട്ടിയിട്ടാണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ ഒരു രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യമാണ് അല്ലേ? നമ്മളിതിങ്ങനെ പാടി അങ്ങ് പഠിക്കണം. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബുന. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് ഒന്നാമത്തെ ലൈന് മുഴുവനും എന്താണ്? മുദക്കറാണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ലൈന് മുഴുവനും എന്താണ്? മുഅന്നസ് ആണ് എന്നും നമുക്കറിയാം. അറിയാലോ അല്ലേ? ഒരു ലൈന് മുഴുവനും മുദക്കർ, ഒരു ലൈന് മുഴുവൻ മുഅന്നസാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ്. ഇത് ഒരു പുരുഷൻ, ഇത് രണ്ട് പുരുഷന്മാർ, ഇത് പിന്നെ രണ്ടിൽ കൂടുതൽ എത്ര പേരായാലും, മൂന്നോ അതിലധികമോ ആയിട്ടുള്ള എത്ര പേരായാലും കുറെ പുരുഷന്മാർ. ഇതാവുമ്പോൾ പെണ്ണായി. അപ്പൊ ഒരു സ്ത്രീ, രണ്ട് സ്ത്രീകൾ, കുറെ സ്ത്രീകൾ, രണ്ടിൽ കൂടുതലുള്ള മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എത്രേ, 100ഓ 1000ഓ, ഇനി എണ്ണ അറിയാത്തതോ കുറെ പേരുണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോ എന്താ പറഞ്ഞത്? യദ്ഹബു, ഒരു പുരുഷനെ കുറിച്ച് പറയുമ്പം യദ്ഹബു. അർത്ഥം എന്താണ്? ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ദഹബ പോയി, യദ്ഹബു പോകും. ദഹബ പോയി, യദ്ഹബു പോകും. ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ ഒരാളെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക, ഒരു പുരുഷനെ കുറിച്ച്, അവൻ പോകും. ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ രണ്ട് പുരുഷന്മാരെ കുറിച്ച്, അവർ രണ്ടുപേർ പോകും. ഇങ്ങനെയാണെങ്കിൽ കുറെ ആളുകളെ കുറിച്ച്, അവർ കുറെ ആണുങ്ങൾ പോകും. ഇതാണെങ്കിലോ ഒരു സ്ത്രീയെ കുറിച്ച്, അവൾ പോകും. ഇതാണെങ്കിലോ രണ്ട് സ്ത്രീകൾ അല്ലെ? ഇത് ഈ സെഷൻ രണ്ടാമത്തെ ലൈൻ എന്താണ്? സ്ത്രീകളല്ലേ? അപ്പൊ അതിൽ രണ്ട് സ്ത്രീകളെ കുറിച്ച്. അപ്പൊ എത്രേ? രണ്ട് സ്ത്രീകൾ, അവർ രണ്ടുപേര് പോകും. ഇങ്ങനെയാണെങ്കിലോ അവർ കുറെ പേര് പോകും.
അപ്പം ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പം തദ്ഹബു, രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുമ്പം തദ്ഹബാനി, കുറെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പം യദ്ഹബ്ന, തദ്ഹബിനായി പോരുത് കേട്ടോ, യദ്ഹബ്ന, അവര് പോകും. അപ്പൊ ഈ രീതിയിലാണ് മുളാരിആയ ഫിഅല് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ പോകും എന്ന് പറയാൻ യദ്ഹബു എന്ന് പറഞ്ഞാൽ മതി. രണ്ടുപേരാണെങ്കിൽ പോകുമെന്ന് പറയാൻ യദ്ഹബാനി എന്ന് പറയണം. അത് തന്നെ രണ്ട് സ്ത്രീകളാണെങ്കിൽ നമ്മൾ തദ്ഹബാനി എന്ന് പറയണം. കുറെ ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? യദ്ഹബൂന പറയണം. കുറെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? യദ്ഹബ്ന എന്ന് പറയണം, അല്ലെ? അപ്പൊ ഇതേപോലെ ഈ യദ്ഹബ് പോലെ തന്നെയാണ് നമുക്ക് എല്ലാ വാക്കുകളും. യദ്റുസു, എന്താ യദ്റുസു എന്ന് പറഞ്ഞാല്? ആദ്യത്തത് മുഴുവനും മുദക്കറും രണ്ടാമത്തെ മുഴുവനും മുഅന്നസുമാണ് നമ്മൾ പറഞ്ഞല്ലോ. ഒരു മുദക്കറ്, രണ്ട് മുദക്കറ്, കുറെ മുദക്കറ്. ഒരു മുഅന്നസ്, രണ്ട് മുഅന്നസ്, കുറെ മുഅന്നസ്. ഒരു സ്ത്രീ, രണ്ട് സ്ത്രീ, കുറെ സ്ത്രീകൾ എന്നർത്ഥം. അപ്പം എന്താണ് പറയാ? അവൻ പഠിക്കുന്നു. ഇതാണെങ്കിലോ അവൾ പഠിക്കുന്നു. ഇതാണെങ്കിലോ അവർ രണ്ടുപേര് പഠിക്കുന്നു, ആൺകുട്ടികളെ കുറിച്ചായിരിക്കും. ഇതാണെങ്കിലോ അവർ രണ്ടുപേര് പഠിക്കുന്നു, പെൺകുട്ടികളെ കുറിച്ചായിരിക്കും. ഇതാണെങ്കിലോ അവർ പഠിക്കുന്നു, ആര്? കുറെ ആൺകുട്ടികളെ കുറിച്ച് പറയാ. ഇതാണെങ്കിലോ അവർ പഠിക്കുന്നു, ആര്? കുറെ പെൺകുട്ടികളെ കുറിച്ച് പറയാം. അപ്പൊ ഈ രീതിയിൽ ഇതൊന്നും കാണാതെ തന്നെ നിങ്ങൾക്ക് ഒരു വാക്ക് കണ്ടാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം എന്താണ്? യദ്റുസ്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. യദ്റുസു എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. അപ്പൊ കുറെ സ്ത്രീകൾ പഠിക്കുന്നു, സ്ത്രീകളെ സൂചിപ്പിച്ചുകൊണ്ട് അവർ കുറെ സ്ത്രീകൾ അല്ലെങ്കിൽ കുറെ പെൺകുട്ടികൾ പഠിക്കുന്നു. ഇനി നിങ്ങളോട് ചോദിച്ചു യദ്റുസൂന എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്ത്? സൂന എന്ന് ഉപയോഗിക്കുന്നത് കുറെ പുരുഷന്മാരെ കുറിച്ച് പറയാനാണ്. സാനി ഉപയോഗിക്കുന്നത് എന്തിനാണ്? രണ്ടുപേരെ കുറിച്ച് പറയാനാണ്. അതിൽ തന്നെ യാ ആണെങ്കിൽ ആണും താ ആണെങ്കിൽ പെണ്ണുമായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞതാണല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ പാഠം കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രയാസം പോലെ തോന്നും. ഇതൊന്നും വലിയ പ്രയാസമൊന്നുമില്ല, വളരെ വളരെ എളുപ്പമാണ്, നല്ല രസമാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് അറബി ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അറബി ഭാഷേൻ്റെ ഒരു പ്രത്യേകതയാണത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ലിസാനുൽ ഖുർആനിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ തദ്റുസാനി എന്ന് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണം. പെൺകുട്ടികളാണ്, രണ്ടുപേരാണ്, അവർ രണ്ടുപേര് പഠിക്കുന്നു. യദ്റുസാനി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം. ആൺകുട്ടികളാണ്, രണ്ടുപേരാണ്, അവർ രണ്ടുപേര് പഠിക്കുന്നു. യദ്റുസ്ന, ഈ ഇസ്ന ഇങ്ങനെയുള്ള സാധനം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും എന്ത്? കുറെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നുണ്ടാവുക. സൂന എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്? കുറെ ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നുണ്ടാവുക. താവ് കൊണ്ട് തുടങ്ങിയാൽ നമുക്കറിയാം പെണ്ണുങ്ങളാണ്. യാ കൊണ്ട് തുടങ്ങിയാൽ നമുക്കറിയാം ആണാണ്. ഒരാണ്, ഒരു പെണ്ണ്. ഈ രീതിയിൽ ഇതിന്റെ എല്ലാ വാക്കുകളും ഇതേപോലെയുള്ള കുറെ ഫിഅലുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് തസ്രീഫ് എന്നാ പറയാ, ഇതിനെ സർഫാക്കുക എന്ന് പറയാം. ഈ ഫിഅലുകളുടെ ഇങ്ങനെ രൂപം മാറി വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരാണിനെ കുറിച്ച് പറയുമ്പോൾ എർജിഉ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയാ ഉപയോഗിക്കേണ്ടത്? അപ്പൊ നമുക്ക് രണ്ട് ആൺകുട്ടികൾ മടങ്ങുന്നു എന്ന് പറയണമെങ്കിൽ, ഒരാൺകുട്ടി മടങ്ങുന്നു എന്ന് ഇതിന്റെ അർത്ഥം, അല്ലെ? രണ്ട് ആൺകുട്ടികൾ മടങ്ങുന്നു എന്ന് പറയണ നമ്മൾ എന്ത് പറയണം? യർജിആനി എന്ന് പറയണം. യർജിആനി. കുറെ ആൺകുട്ടികൾ മടങ്ങുന്നു എന്ന് പറയണത് എന്ത് പറയണം? യർജിഊന എന്ന് പറയണം. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ യർജിഉ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ഒരു പെൺകുട്ടി മടങ്ങുന്നു എന്നാണെങ്കിൽ തർജിഉ എന്ന് പറയണം. ഇവിടെ എന്താ വരിക? തർജിആനി എന്നാ വരിക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയണം. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ചിലപ്പം പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ എഴുതാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താ വരിക? ഇവിടെ യർജിഅന എന്നാണ് വരിക. അപ്പം ഇവിടെ ഊന എന്നുള്ളത് എന്താക്കിയാൽ മതി? ഇങ്ങനെ ഒഴിനാന്നാക്കിയാൽ മതി, വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ മാറ്റം വരുന്നത് എവിടേക്കാണ് ശ്രദ്ധിക്കുക. ഇവിടെ മാറ്റം വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ മാറ്റം വരുന്നത് എവിടെയാണ്? അവിടെ മാറ്റം ഉണ്ടോ? അവിടെ അല്ല, ഇവിടെയാണ് മാറ്റം വരുന്നത്. ഇവിടെയും മാറ്റം വരുന്നത് ഇവിടെയാണ്. കണ്ടോ? ഒന്നാമത്തത് യാ ആണെങ്കിൽ ഇവിടെ താ ആക്കിയാൽ മതി. ഇവിടെയും യാ ആണെങ്കിൽ താ ആക്കിയാൽ മതി. അപ്പൊ യാ ആണെങ്കിൽ ആണ്, താ ആണെങ്കിൽ പെണ്ണ്. യാ ആണെങ്കിൽ ആണ്, താ ആണെങ്കിൽ പെണ്ണ്. അലിഫുൻ നൂൻ ഇങ്ങനെ ഉണ്ട്. ആനി ആനി എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? രണ്ടാളുകളായിരിക്കും. അപ്പൊ യാ ആണെങ്കിൽ രണ്ടാണ്, താ ആണെങ്കിൽ രണ്ട് പെണ്ണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇങ്ങനെ വാവും നൂനും കൊണ്ട് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യർജിഊന. അങ്ങനെ അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് മുദക്കറാണ്. യർജിഅന എന്ന് അവസാനിക്കുകയാണെങ്കിൽ അത് മുഅന്നസാണ്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ തസ്രീഫ് പഠിക്കാം. ഇനി അതേപോലെ വേറൊരു വാക്ക് യുഹിബ്ബു. യുഹിബ്ബുൽ ചെറിയൊരു പ്രശ്നമുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. എന്നാലും നിങ്ങൾ സർഫാക്കിയൊക്കെ യുഹിബ്ബു, ഒന്നുമില്ല. യുഹിബ്ബു എന്തായി മാറും? മുസന്നയാകുമ്പം യുഹിബ്ബാനി. രണ്ടാളാകുമ്പം യുഹിബ്ബാനി. കുറെ ആളാകുമ്പോഴോ യുഹിബ്ബാനി.
ബൂന യുഹിബൂന. ഇവിടെ എന്ത് വരും? തുഹിബു എന്ന് വരും. ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അർത്ഥം അല്ലേ? അപ്പം യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു, യുഹിബാനി അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു ആൺകുട്ടികളാകുമ്പോൾ, യുഹിബൂന അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു ആൺകുട്ടികളാകുമ്പോൾ. ഇനി എന്ത് വേണം? തുഹിബു വേണം അല്ലേ? തുഹിബു അവൾ ഇഷ്ടപ്പെടുന്നു, തുഹിബാനി അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു പെൺകുട്ടികളാകുമ്പോൾ, തുഹിബാനി അൽ ഖിറാഅ അവർ രണ്ടുപേരും വായന ഇഷ്ടപ്പെടുന്നു. ഈ രീതിയിലാണ് വരിക. ഇവിടെ ലാസ്റ്റത്തേല് നമ്മളൊന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. ഇത് യുഹ്ബിബ്ന എന്നാണ്. യുഹിബൂന എന്നുള്ളത് നമ്മൾ എഴുതുമ്പം യുഹിബ്ന എന്നായി പോലെ. യുഹിബ്ന അങ്ങനെ ഒരു ഉപയോഗം അറബിയിലില്ല. അപ്പൊ ഇത് തെറ്റാണ്. യുഹ്ബിബ്ന എന്നാണ് അപ്പൊ പറയാം. ഈ യുഹിബ്ന എന്ന് പറയാനുള്ള ഇടങ്ങാറ് കൊണ്ടാണ് അറബികൾ എന്ത് ചെയ്യുന്നത് യുഹ്ബിബ്ന എന്ന് ഉപയോഗിച്ചത്. അപ്പൊ യുഹ്ബിബ്ന എന്നാണ് പറയുക. അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് പഠിച്ചു വെച്ചാൽ. ഇവിടെ ലാസ്റ്റ് ഇങ്ങനെ നീട്ടി എഴുതരുത് കേട്ടോ. ഉസ്താദ് എഴുതിയപ്പോൾ കുറച്ച് നീണ്ടുപോയി തോന്നുന്നു. അങ്ങനെ നീട്ടൊന്നും വേണ്ട. യുഹ്ബിബ്ന ന എന്ന് പറഞ്ഞിട്ട് നിർത്തണം. യുഹ്ബിബ്ന അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? മുളാരിയായ ഫിഅല് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്ത് ചെയ്തു? മുളാരിയായ ഫിഅലിന്റെ തസ്രീഫ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇത് വായിക്കട്ടെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? താഴത്തുള്ള ഒരു സ്ത്രീ കളിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ് നമുക്ക് ഇവിടെ തന്നതുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒന്നാമത്തെ ഉണ്ടാക്കാൻ കഴിയില്ല, എളുപ്പത്തിൽ ഉണ്ടായിക്കൂടെ? എന്താണ്? യാ മാത്രം ആക്കിയാൽ മതിയില്ലേ? താ മാറ്റിയിട്ട് യാ ആക്കണം, വേറെ ഒന്നുമില്ല. യൽഅബു യൽഅബു ആണെങ്കിൽ പിന്നെന്താ വരിക? യൽഅബാനി യൽഅബു യൽഅബാനി യൽഅബൂന യൽഅബു യൽഅബാനി യൽഅബൂന തൽഅബു തൽഅബാനി തൽഅബാനി അല്ലേ? തൽഅബാനി എന്താ വരിക? യൽഅബ്ന തൽഅബാനി യൽഅബ്ന. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക വരുക. അപ്പൊ ഇത് എന്താണ്? അവൻ കളിക്കുന്നു, അവർ രണ്ടുപേർ കളിക്കുന്നു ആൺകുട്ടികൾ, അവർ കളിക്കുന്നു കുറെ ആൺകുട്ടികൾ, അവൾ കളിക്കുന്നു, അവർ രണ്ടുപേർ കളിക്കുന്നു പെൺകുട്ടികൾ, അവരെല്ലാരും കളിക്കുന്നു പെൺകുട്ടികൾ അല്ലെ? പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ ഓരോ വാക്കും ഓരോ മുദാരിയായ ഫിഅലും നമ്മൾ എഴുതാൻ പഠിച്ചിരിക്കണം. അത് കാണുമ്പോൾ നമുക്ക് അർത്ഥം അറിയണം. അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവണം. നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഡാഷ് അൽ മുസ്ലിമൂന എന്നുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾ എന്താണ് വേണ്ടത്? പിന്നെ അൽ മുസ്ലിമൂന എന്ന് ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ളൊരു ഒരു ഫിഅൽ എഴുതാൻ പറയാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെടുത്തിട്ടാ എഴുതുക? മുസ്ലിമൂന എന്നുള്ളതിനോട് വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും നമുക്ക് ഇപ്പൊ തൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതാലോ. എന്താ എഴുതുക? യൽഅബൂന എന്ന് എഴുതണം അല്ലെ? എന്തുകൊണ്ട്? ശേഷമുള്ളതാണ് എഴുതുന്നത്, ഇവിടെ അല്ല. യൽഅബൂന എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? അൽ മുസ്ലിമൂന കുറെ ആളുകൾ ഉണ്ടാവുമ്പോൾ യൽഅബൂനയാണ് അല്ലെ? അതേപോലെ തന്നെ അങ്ങനെ എന്തൊരു വാക്ക് തന്നാലും നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഉദാഹരണത്തിലൊക്കെ എന്തുണ്ട്? നമുക്ക് അതേപോലെയുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്ക് ഇതൊന്നുകൂടി ചെയ്തു നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊന്നുകൂടി ചെയ്തു നോക്കാം. ഇനി ഇത് മനസ്സിലായതിനു ശേഷം ഒന്നുകൂടി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അരിജാലു ആണുങ്ങൾ എന്ന് പറയുമ്പം കണ്ടോ? യൽഅബൂന. അൽ ബനാത്തു പെണ്ണുങ്ങൾ. അപ്പൊ എന്താണ്? യഖ്റഅന. അത്താലിബാനി രണ്ട് ആൺകുട്ടികൾ. അപ്പൊ എങ്ങനെയാണ്? യദുറുസാനി. ആണുങ്ങളായതുകൊണ്ട് യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ? നേരത്തെ മനസ്സിലാവാത്ത ആൾക്കാർക്കും ഇപ്പൊ മനസ്സിലാവുമല്ലോ. അൽ ബിൻതാനി രണ്ട് പെണ്ണുങ്ങൾ. അപ്പൊ ഇത് വരും? തജ്ലിസാനി വരും അല്ലെ? താവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പെണ്ണായതുകൊണ്ട് താവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടുപേരായതുകൊണ്ട് ഇങ്ങനെ ആനീന്നുണ്ടാവും. ഇനി അൽ വാലിദത്തു ഒരു സ്ത്രീ അല്ലേ? അപ്പൊ ഒരു സ്ത്രീ ആകുമ്പം തത്ബഹു. അൽ ഉസ്താദ് ഒരു പുരുഷനല്ലേ? അപ്പം യദ്ഹബു. ഇങ്ങനെയാണ് നമ്മൾ ഇത് യോജിപ്പിച്ചത്. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത ഒരു സെഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെന്താണ്? വീണ്ടും നമ്മളോട് യോജിപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചു തരാം. അൽ ആശിറു മിൻ ദിൽഹിജ്ജ അശ്ശഹ്റു താസിഅ അൽ യൗമുസ് സാദിസ് അവ്വലുശ് ശുഹൂർ. ഇതിനോട് ഓരോന്നിനോടും മാച്ച് ആവുന്നത് ഏതാണ് ഇപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം. ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് എഴുതും. പക്ഷെ അർത്ഥം നമ്മൾ അറിയോ എന്നതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഇത് അർത്ഥം ഒന്നും പറഞ്ഞു തരാൻ പാടില്ല. ശരി, ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾ എഴുതിയിട്ട് ബാക്കി കേട്ടോ.
എഴുതിയല്ലോ. ഇനി ഞാൻ ഉത്തരം പറയാം. അൽ ആഷിറു മിൻ ദിൽഹിജ്ജ. ഇതിങ്ങനെ ആഷിർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അർത്ഥം. പത്താമത്തത്, പത്താമത്തെ, അല്ലെ, 10-ാം തീയതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 10-ാം തീയതി എന്താണ്? യൗമു ഈദിൽ അദ്ഹ, ബലിപെരുന്നാൾ ദിവസമാണ്. ദുൽഹിജ്ജ മാസത്തിലെ 10-ാം തീയതി ബലിപെരുന്നാൾ ദിവസമാണ്. അശ്ശഹ്റു താസിഉ, 9-ാമത്തെ മാസം. ഏതാണ് 9-ാമത്തെ മാസം? 9-ാമത്തെ മാസം മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ആഖിറ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, അല്ലേ? അപ്പൊ ഏതാ? റമദാനാണ്. റമദാൻ മാസമാണ് 9-ാമത്തെ മാസം വരുന്നത്. അപ്പൊ ഏതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുക? റമദാൻ. അൽ യൗമു സാദിസു, 6-ാമത്തെ ദിവസം. ഏതാ 6-ാമത്തെ ദിവസം? യൗമുൽ ജുമുഅ. അവ്വൽ ഷുഹൂർ ഏതാണ്? അവ്വൽ ഷുഹൂർ മുഹറം. അവ്വൽ ഷുഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ, അല്ലെ? അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാസം, ഒന്നാമത്തെ ഷുഹൂർ, മാസങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? മുഹറമാണ്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യണം? അൽ അവ്വൽ, അസാനി, അസാലിസ്, അറാബിഅ അങ്ങനെ പഠിക്കണം, അല്ലെ? അങ്ങനെ പഠിക്കണം. അതേപോലെ തന്നെ എന്തും പഠിക്കണം. ഒന്ന് മുതൽ നമ്മൾ 15 വരെയുള്ള എണ്ണങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. വാഹിദ്, ഇസ്നാനി, തലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, തമാനിയ, തിസ്അ, അശറ, 11, 12, 13, 14, 15. ഇത് ചില കുട്ടികൾ പഠിക്കുമ്പം എന്ത് ചെയ്യുന്നറിയോ? പിന്നെ 11, 12, 13 അങ്ങനെ പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ അഷർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം, അഷർ എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നതിൽ അഷറത്തുൻ എന്നിടത്ത് നമ്മൾ താ എഴുതിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, അല്ലേ? അഷറത്തുൻ 10. ബാക്കിയുള്ള 11, 12, 13, 14, 15 അവിടെ ഒന്നും എന്തില്ല, അഷർക്ക് താ ഇല്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടെ വേറെ കുറച്ച് വലിയ എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് താ ഇട്ടിട്ടും ഇല്ലാതെയും ഒക്കെ എഴുതിയത് കാണാം. അതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ നിയമങ്ങളൊന്നും ഇപ്പോൾ പഠിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അഷർ അഷർ എന്ന് പറഞ്ഞു പഠിക്കാം. മാത്രമല്ല 11, 12, അതിനുശേഷമുള്ളത് നോക്കിയേ, 13, 14, 15. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാം. 13, 14, 15. എന്ത് ചെയ്യുക? അത് ആ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. അഷറ എന്ന് പറഞ്ഞ് പഠിക്കരുത്, അഷർ എന്ന് പറഞ്ഞ് പഠിക്കുക. അഷർ എന്ന് പറഞ്ഞ് പഠിച്ചോളൂ. അത് എഴുതുമ്പം നമ്മൾ ഫത്തഹിട്ടിട്ടാണ് എഴുതേണ്ടത്. പക്ഷെ വായിക്കുന്ന സമയത്ത് അഷർ എന്ന് വായിച്ച് പഠിക്കുക. അഷറ എന്ന് വായിച്ച് പഠിച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം വരും. ഇപ്പോൾ അഷറിന്റെ കൂടെ നമ്മൾ താ ഒക്കെ കൊണ്ടുപോയിട്ട് എഴുതും. അങ്ങനെ എഴുതുമ്പോൾ അത് തെറ്റാണ്. അറബിയിലെ നിയമപ്രകാരം അത് തെറ്റാണ്. താ ഇട്ടിട്ട് എഴുതേണ്ട സ്ഥലങ്ങളും ഉണ്ട്, താ ഇല്ലാതെ എഴുതേണ്ട സ്ഥലങ്ങളും ഉണ്ട്. അത് നമ്മൾ പിന്നീടാണ് പഠിക്കുക. ഇപ്പം എന്ത് ചെയ്യുക? 11, 12, 13 അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ. അപ്പം വാഹിദ് മുതൽ 15 വരെ അതേപോലെ നമുക്ക് എന്തുണ്ട്? അൽ അവ്വൽ, അസ്സാനി, الثالث، الرابع، الخامس، السادس، السابع، الثامن، التاسع، العاشر، 11، 12، 13، 14، 15. ഈ രീതിയിലും 2 രൂപത്തിൽ എണ്ണാൻ 1, 2, 3, 4, 15 വരെ. ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത് എന്ന രീതിയിൽ 15 വരെ, 15-ാമത്തത് വരെ, അല്ലെ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ദുൽഹിജ്ജ 10-ാം ദിവസം, ദുൽഹിജ്ജ 10 പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 9-ാമത്തെ മാസം, അപ്പൊ 9-ാമത്തെ മാസം നമുക്ക് ഇങ്ങനെ എണ്ണി നോക്കിയാൽ 9-ാമത്തെ മാസം കിട്ടും. 6-ാമത്തെ ദിവസം എണ്ണി നോക്കുമ്പോൾ നമുക്ക് യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൗമുൽ ജുമുഅ എണ്ണാൻ പറ്റും. അതേപോലെ തന്നെ അവ്വൽ ഷുഹൂർ, അത് അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതാണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയും. ഇനി നിങ്ങൾ ഇതൊന്ന് ഫില്ല് ചെയ്തേ. ഇതെന്താ ചെയ്യേണ്ടത്? ഹംസയെ ഖാമിസ് എന്നാക്കിയിട്ടുണ്ട്. അതേപോലെ മിസാലിൽ ഉള്ളതുപോലെ, ഉദാഹരണത്തിൽ മോഡലിൽ ഉള്ളതുപോലെ, മാതൃകയിൽ ഉള്ളതുപോലെ ബാക്കിയുള്ളത് പൂരിപ്പിക്കാനാണ്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ പൂരിപ്പിക്കണം. അതേപോലെ ഇത് ഇങ്ങോട്ടേക്ക് ഇവിടെയും പൂരിപ്പിക്കണം. അപ്പോൾ ഒന്ന് പൂരിപ്പിച്ചിട്ട് ബാക്കി കേട്ടോളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലേ? ഖംസത്തുൻ അൽ ഖാമിസ്, അർബഅത്തുൻ അർറാബിഅ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. അർറാബിഅ, അർറാബിഉ. 13 എങ്ങനെ എഴുതാ?
അസ്സാലിസു അസ്സാലിസു അശർ അസ്സാലിസു അശർ. സമാനിയ എങ്ങനെ എഴുതാ? അസ്സാമിൻ അസ്സാമിൻ അസ്സാമിനു അല്ലെങ്കിൽ അസ്സാമിൻ. ഇനി അസാനി അഷറിൻ്റെ എന്തായിരിക്കും? അസാനി അഷറിൻ്റെ എന്തായിരിക്കും? ഇസ്നാ അഷർ ഇസ്നാ അഷർ. ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ പഠിച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്നത്ത അഷർ എന്നൊക്കെ കാണും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇസ്നാ അഷർ എന്ന് പഠിക്കാം. ഇനി എന്താണ് അസാദിസ്? അതിൻ്റെ എന്താ? അസാദിസ് മാത്രമേ ഉള്ളൂ അല്ലേ? സാദിസു അഷർ അല്ല, അസാദിസ് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്? ആ അസിത്ത് അല്ലെങ്കിൽ സിത്തത്തുൻ കൊടുത്താൽ മതി. അസിത്താന്ന് കൊടുക്കണ്ട, സിത്തത്തുൻ സിത്തത്തുൻ സിത്തത്തുനാണ് എന്താകുന്നത് അല്ലെ? ആറാണ്, ആറാമത്തത് സിത്തത്തുൻ എന്നതാണ് എന്താകുന്നത്? അസാദിസു എന്നാകുന്നത്. അപ്പോൾ സിത്തത്തുൻ അസാദിസ്. അപ്പോൾ ഇതിൽ ഇസ്ന അഷർ എന്നൊക്കെ എഴുതുമ്പോൾ അസാലിസു അഷർ അസാനി അഷർ എന്നൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അലിഫും ലാമൊക്കെ എവിടെയാണ് ഉള്ളതെന്നും ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് എന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതി ശീലിക്കാം. അക്ഷരത്തെറ്റുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് എഴുതിയും പറഞ്ഞും ശീലിക്കുക. നമുക്ക് ഭാഷ ഉപയോഗിക്കാനാണ് നമ്മൾ ലിസാനുൽ ഖുർആൻ പഠിക്കുന്നത്. അപ്പോൾ അതിന് ഇതെന്ത് ചെയ്യും? വളരെ വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിച്ച എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കിയത്. വേറെയും ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് ശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങൾ ടെക്സ്റ്റൊക്കെ പഠിച്ചതിന് ശേഷം അതൊക്കെ മനസ്സിലായോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഇനി നുകമ്മിലു കമാഫിൽ മിസാൽ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് മുഫ്രദുകളും ഇപ്പുറത്തുള്ളത് ജംഅകളുമാണ്. ഓക്കെ, അപ്പം മുഫ്രദിനെയും ജംഇനെയും വെച്ച് പൂരിപ്പിക്കാനാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് മനസ്സിലാവും, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കേട്ടോളൂ. എഴുതി കഴിഞ്ഞല്ലോ, എന്നാ നോക്കാം. ഇവിടെ ത്വയ്റുൻ തന്നിട്ടുണ്ട്, ത്വയൂറുൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ത്വയ്റുൻ പക്ഷി, ത്വയൂറുൻ പക്ഷികൾ നമുക്കറിയാം. അമ്രുൻ എന്തായിരിക്കും? അമ്രുന്റെ ജംഅ ഉമൂറുൻ എന്നാണ് അല്ലേ? ഉമൂറുൻ, അമ്രുൻ, ഉമൂറുൻ. ഷജറുൻ ശരിക്കും പറഞ്ഞാൽ ഷജറത്തുൻ എന്നാണ് പറയേണ്ടത്. ഷജറത്തുൻ എന്നതിന്റെ ജംഅ എന്താണ്? അഷ്ജാറുൻ. ഷജറത്തുൻ, അഷ്ജാറുൻ. അടുത്ത എന്താണ്? ഖദ്റാഉൻ. ഖദ്റാഉൻ എന്നതിന്റെ ജംഅ ഖദ്റാഉ. ഖദ്റാഉ എന്നതിന്റെ ജംഅ എന്താണ്? ഖദ്റാവാതുൻ. ഖദ്റാവാതുൻ, ഖദ്റാവാതുൻ, ഖദ്റാവാതുൻ. ഇവിടെ ഷജറത്തുൻ എന്ന് തന്നാലും നമ്മൾ എന്താ എഴുതേണ്ടത്? അഷ്ജാറു എന്നാണ് ജംഅ എഴുതേണ്ടത് കേട്ടോ. ഇനി മനാസിലു. മനാസിലിന്റെ എന്താ? മൻസിലുൻ. മൻസിലുൻ, 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 മനാസിലു. ഇത് മുഫ്രദാണ് അല്ലേ? മനാസിലാണ് ജംഅ. നമ്മളോട് മുഫ്രദ് എഴുതാനാണ് പറഞ്ഞത്. ഹദായിഖു. ഹദായിഖ് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ മുഫ്രദ് എന്താണ്? ഹദീഖത്തുൻ. ഹദീഖത്തുൻ, ഹദായിഖു. ഹദീഖത്തുൻ, ഹദായിഖു. ഇതേപോലെ വേറെയും ഉണ്ട് അല്ലേ? വേറെയും ഒരുപാട് വാക്കുകൾ നമ്മുടെ പാഠപുസ്തകത്തിൽ എന്തുണ്ട്? ജംഅ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നബാത്തുൻ എന്നതിന്റെ ജംഅ എന്താ? നബാതാത്തുൻ. നബാത്തുൻ, നബാതാത്തുൻ. ഖഫസു എന്നതിന്റെ ജംഅ എന്താണ്? അഖ്ഫാസുൻ. ഖഫസുൻ, അഖ്ഫാസുൻ. അതേപോലെ അബ്നാഉൻ എന്നതിന്റെ മുഫ്രദ് എന്താ? അബ്നാഉൻ, ഇബ്നുൻ. അബ്നാഉൻ എന്നതിന്റെ മുഫ്രദ് ഇബ്നുൻ. ഇബ്നുൻ എന്നതിന്റെ ജംഅ അബ്നാഉൻ. അപ്പൊ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എഴുതാനും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് എഴുതാനൊക്കെ ചോദിക്കാം. അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഒരു ചെറിയ ആക്ടിവിറ്റി കൂടി നമ്മുടെ പുസ്തകത്തിലുള്ളത് എന്താണ്? ചില മുദാരിയായ ഫേലുകൾ തന്നിട്ട് അതിന്റെ മാളി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 11 മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തഷിഫുൽ മാളിയ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. യദ്ഹബു എന്നതിന്റെ മാളി ദഹബയാണ്. യർജിഉ എന്നതിന്റെ മാളി റജഅയാണ്. യഗ്രിസു എന്നതിന്റെ മാളി ഗറസ എന്നാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ യാ ഒഴിവാക്കിയിട്ട് അവസാനത്തെ അക്ഷരം ഫത്ഹ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. യൽഅബു എന്നതിന്റെ എന്താണ്? ലഇബ എന്നാണ്. ലഅബ എന്നല്ല, ലഇബ എന്നാണ്. തദ്റുസു എന്നതിന്റെ മാളി എന്താ? ദറസ എന്നാണ്. യുഹിബ്ബു എന്നതിന് അഹബ്ബ എന്നാണ് മാളി. യുഹിബ്ബു എന്നതിന്റെ മാളി എന്താണ്? അഹബ്ബ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.